വീണ്ടും നാട്ടുവോട്ടിലേക്ക്. വയനാട്ടിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണ് ബ്രഹ്മഗിരി സർവീസ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ കേസെടുക്കാൻ തയ്യാറാകാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ഇടതുമുന്നണിക്ക് വോട്ടില്ല എന്നടക്കമുള്ള ബോർഡുകൾ ഉൾപ്പെടെ നിക്ഷേപകർ വീടിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സർവീസ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് ബത്തേരിയിലെ പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിലൊന്നാണ്. നിക്ഷേപ തട്ടിപ്പിനിരയായവർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിരവധി ആളുകളാണ് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നത്. ഇടതിന് ഇത്തവണ വോട്ടില്ല എന്നതടക്കമുള്ള ബോർഡുകൾ ഉയർത്തിയും പ്രതിഷേധം ഉയർന്നിരുന്നു. ഞാനടക്കമുള്ളവര് ഇത്രയും കാലമായിട്ട് മറ്റൊരു പാർട്ടിക്കും വോട്ട് ചെയ്തിട്ടില്ല. പലതവണ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് നിക്ഷേപകരുടെ ഭാഗത്തുനിന്നുണ്ടായ തീരുമാനം. ബ്രഹ്മഗിരിയിൽ സാമ്പത്തിക തട്ടിപ്പില്ല എന്ന ഇടതുപക്ഷ നേതാക്കൾ പറയുമ്പോഴും നിക്ഷേപകരുടെ ആശങ്കയൊഴിയുന്നില്ല. പണം തിരികെ നൽകുമെന്ന നേതാക്കളുടെ വാക്കുകൾക്ക് നിക്ഷേപകരുടെ മറുപടി ഇങ്ങനെ: പാർട്ടി ജില്ലാ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ ബ്രഹ്മഗിരി നിക്ഷേപകരുടെ ബാധ്യത ബ്രഹ്മഗിരി കൊടുത്തിട്ടില്ലെങ്കിൽ ഏറ്റെടുക്കുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം പാർട്ടി കാണിക്കട്ടെ. അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം, ഇത്തവണ എന്നല്ല ഇനി അങ്ങോട്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കും. നിരവധി തവണ പരാതികൾ ഉൾപ്പെടെ നൽകിയിട്ടും കേസെടുക്കാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുമ്പോൾ ബ്രഹ്മഗിരിയിലെ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെ ഉയർത്തി കാണിക്കുകയാണ് പ്രതിപക്ഷം. മീഡിയ 1 വയനാട്.